ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 2 പേർക്ക് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയിലുള്ള കിങ് ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. 350 ഗ്രാം ഫിഷാണിത്. അതിൽ 3 പീസേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറുനാരങ്ങേൻ്റെ നീര്, ഇതെല്ലാം കൂടെ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫിഷിൻ്റെ മുകളിൽ അത് പരട്ടിയിട്ട് മിനിമം അരമണിക്കൂറോ 1 മണിക്കൂറോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള 5 സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം നല്ല നൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാനും കൂടിയുള്ള സവാളയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിൽ നൈസായിട്ട് 5 സവാള അരിഞ്ഞെടുക്കാം, തക്കാളി അരിഞ്ഞെടുക്കാം. 1.5 തക്കാളി മതിയായിരിക്കും. മീഡിയം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതേ വെളിച്ചെണ്ണയിൽ നമുക്ക് നൈസായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ കളറാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് അത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതേ എണ്ണയിൽ തന്നെ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ഫിഷ് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മാക്സിമം 10 മിനിറ്റ് 2 സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കറിയിൽ കിടന്നിട്ട് വെന്തോളും. ലാസ്റ്റ് നമ്മൾ കറിയിൽ ഇടുമ്പോൾ ഫ്രൈ ആയിട്ടുള്ള ഫിഷിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിലിട്ട് കൊടുക്കാം. ഇത്തിരിയും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തക്കാളിയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് സവാളയും തക്കാളിയും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് മസാലയ്ക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, ഗരം മസാല അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് പൗഡർ ചൂടുവെള്ളത്തിൽ ചാലിച്ചിട്ടുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 5 മിനിറ്റോളം ഒന്ന് അടച്ച് മൂടി ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും പുതിനയും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫിഷും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ബിരിയാണിക്കുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ജീരകശാല കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിലാണ് റൈസ് വെക്കുന്നത്. റൈസ് നന്നായിട്ട് കഴുകി 15 മിനിറ്റോളം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള വെള്ളം അളന്നെടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ അളന്നെടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. അത് നമുക്ക് മാറ്റിയിട്ട് റൈസ് വെക്കാനുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1/2 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. സ്പൈസസ് എല്ലാം ഇടാം. 1 കഷ്ണം ഇഞ്ചി, 1 കഷ്ണം സവാള, ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കഴുകി സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്കിട്ട് 2 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കാം.
തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഇത്തിരി ഒരു നാരങ്ങേൻ്റെ പകുതി ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം, അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ചോറ് റെഡിയാവും. വെള്ളവും അരിയൊക്കെ കറക്റ്റ് പാകമായിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. നമുക്കിനി ദം ഇടാം. ഈ ചോറ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതേ പാൻ വെച്ചിട്ട് ആദ്യം ഇത്തിരി ചോറ്, പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും സവാളയും വറുത്തതും, പിന്നെ മല്ലിച്ചപ്പ്, പുതിന കട്ട് ചെയ്തത്, ഫിഷ് വിത്ത് ഗ്രേവി, ഇതെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോറും കൂടി ഇടാം. ഇനി സെയിം പ്രോസസ്സ് തന്നെ ഇത്തിരി ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂവ് ചൂടുവെള്ളത്തിൽ മെൽറ്റാക്കി അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദമ്മിൽ വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ തുറന്നത്. ഇപ്പോൾ നമ്മളുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.